ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസി വ്ളോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുറക്കുന്നതിന് കാണിക്കുന്നത് വേദ വിക്രമിനോടായിട്ട് പറയാണ്, ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാമെന്നും, അതായത് ആ കട്ടിൽ നമുക്ക് രണ്ടാൾക്കും കിടന്നാലും കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല എന്ന് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ വിക്രം പറയാണ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് നിന്നോട് പ്രത്യേകിച്ച് ഒരു ഒരുമയും തോന്നാനും പോകുന്നില്ല എന്ന് പറയാണ്. ശേഷം നമ്മുടെ വേദ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ട്, നിങ്ങൾ തന്നെ കിടന്നു നിങ്ങളുടെ കട്ടിലിൽ, ശരി ഏതായാലും ഈ ഒരുമയുടെ കാര്യം നമ്മുടെ ഈ റൂമിൽ മാത്രം അറിഞ്ഞാൽ മതി, പുറത്ത് കുറച്ച് ഓർമ്മയുള്ള പോലെയൊക്കെ അഭിനയിക്കണമെന്ന് പറയാൻ കേട്ടോ. എന്തിൻ്റെ ആവശ്യത്തിന് എനിക്ക് നിന്നോട് അങ്ങനെ പെരുമാറേണ്ട കാര്യം, ഞാൻ അങ്ങനെ പെരുമാറില്ല എന്ന് പറയണം. ആ ഒരു ടൈമിൽ വേദ പറയണം, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല 3 തവണ വിവാഹം കഴിഞ്ഞു, ഈ നാട്ടിൽ ഒരാളും അറിയാനുമില്ല, എന്നിട്ട് ഓർമ്മയില്ലാതെ നടന്നു കഴിഞ്ഞാൽ എന്ത് മോശമാണ് അവർ പറയാമെന്ന് പറഞ്ഞിട്ട് വേദ വിക്രത്തോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ശേഷം വിക്രം കിടന്നിട്ട് അവൻ എഴുന്നിട്ട് പറയാണ്, ഒന്നല്ല ഒരു വർഷമല്ല 1000 വർഷമായാലും നിന്നോട് ഞാൻ ഒരുമിക്കാനും പോകുന്നില്ല, ഒത്തിണങ്ങാനും പോകുന്നില്ല എന്ന് പറയാൻ കേട്ടോ. അത് കേട്ടിട്ട് നമ്മുടെ വേദ ചിരിക്കുകയാണ്. അപ്പം നീ എന്താണ് ഒരു കളിയാക്കി പോലെ ചിരിക്കുന്നത്, എന്താ കാര്യം എന്ന് ചോദിക്കും. അപ്പോൾ വേദ പറയണം, ഒന്നല്ല 1000 വർഷമായാലും നിങ്ങൾ എൻ്റെ കൂടെ എന്തായാലും ഒരുമിക്കുകയില്ല, ഒത്തുചേരില്ല എന്ന് എനിക്കും ഉറപ്പ് തന്നെയാണ്. കാരണം നിങ്ങൾ ആ വിഷയത്തിൽ കുറച്ച് ബാക്കിലാണെന്ന് എനിക്കറിയാമെന്ന് പറയണം. അപ്പോൾ എന്താണ് നീ ഉദ്ദേശിച്ചതെന്ന് പറയാൻ മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് വിക്രം പറയാം. അപ്പോൾ വേദ പറയണം, അല്ലെങ്കിലും നിങ്ങൾ പെൺവിഷയത്തിൽ പണ്ടേ പരാജയമാണെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് രമ്യയുടെ കേസിൽ ഞാൻ നിങ്ങളെ ഇത്രയധികം വിശ്വസിക്കാനും കാരണം എന്ന് പറയണം കേട്ടോ. ഓ, നീ എന്താണ് റൂട്ട് മാറ്റി പിടിക്കുകയാണല്ലേ, ഇനി എന്നെ ഓരോന്ന് പറഞ്ഞ് പ്രകോപിപ്പിച്ചിട്ട് ഞാൻ കയറി നിന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഗാർഹിക പീഡനം അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി എൻ്റെ എതിരെ കേസ് കൊടുക്കാനായിരിക്കും നിൻ്റെ പ്ലാൻ എന്നൊക്കെ പറയാൻ കേട്ടോ. നിങ്ങളൊന്ന് പോയി അനാവശ്യമായിട്ട് കാട് കയറാൻ നിൽക്കുന്നത് പറഞ്ഞിട്ട് വേദ വിക്രമത്തിന് വീണ്ടും കളിയാക്കുകയാണ് കേട്ടോ. ശേഷം വേദ പറയാണ്, നിങ്ങളെ കൊണ്ട് ഒരാളെ കൊല്ലാൻ പറ്റും, ഒരാളെ അടിക്കാൻ പറ്റും, എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളൊരു പാവം ഗുണ്ടയാണ്, ഒരു സദാചാര ഗുണ്ടയാണ്, നിങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വിക്രമിന് വീണ്ടും ചൊടുകയായിട്ടാണ്. വിക്രമിന് ദേഷ്യം വരുന്നുണ്ട്. ശേഷം അവർ കിടന്നുറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം ഇങ്ങനെ ഇവൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശങ്കരൻ നാരായണൻ വീട്ടിൽ വളരെയധികം സങ്കടത്തോടുകൂടി ഇരിക്കുകയായിരിക്കും. ഈ ഒരു ടൈമിൽ വേദയുടെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. ശേഷം പറയാണ്, എന്താണ് നിങ്ങൾ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ചോദിക്കുകയാണ്. അപ്പോൾ ശങ്കരൻ പറയാണ്, ടെൻഷൻ അടിക്കാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നത് എന്ന് പറയാൻ കേട്ടോ. ഏതായാലും ശ്രീകാന്ത് വേദയോട് ചെയ്ത് വളരെ മോശമായി പോയി. ഒരു കുഞ്ഞല്ലേ, കുഞ്ഞിന് എന്തറിയാം, ആരെ കണ്ടാലും ചിരിക്കാൻ മാത്രം അറിയുന്ന കുഞ്ഞുങ്ങൾക്ക് എന്താ അറിയാം, ശ്രീകാന്ത് അവളോട് ചെയ്ത് മോശമായി പോയി എന്ന് പറയാണ്. ഈ ഒരു ടൈമിൽ നമ്മുടെ വേദയുടെ അമ്മയും പറയുന്നുണ്ട്, അതെ അത് ശരിക്കും മോശമായി പോയി, അതിന് ഞാൻ അവനെ വഴക്കും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ് കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്താലോ ശങ്കരേട്ട, നാളെ നമുക്ക് വേദയെ ഇങ്ങോട്ട് വീട്ടിലേക്ക് ക്ഷണിച്ചാലോ, അപ്പോൾ അവൾ അങ്ങനെയൊന്നും വരില്ല എന്ന് പറയാണ് ശങ്കരൻ. അപ്പോൾ നിങ്ങൾ വിളിച്ചവൾ എന്തായാലും വരുമെന്ന് പറയാണ്. നിനക്കറിയാണ്ടാണ് അവളുടെ ഏറ്റവും വലിയ ശത്രു ഞാനാണ്, അതുകൊണ്ട് തന്നെ അവൾക്ക് എന്നോട് ഏറ്റവും കൂടുതൽ ദേഷ്യം ഉണ്ടാകുമെന്ന് പറയാണ്. അതൊക്കെ നിങ്ങളുടെ തോന്നലാണ്, നിങ്ങളൊന്ന് വിളിച്ചു നോക്കി, അവൾ എന്തായാലും വരുമെന്ന് പറയാണ്. ശരി ഏതായാലും നാളെ ആവട്ടെ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശങ്കരൻ. പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ നേരത്തെ നമ്മുടെ വിശ്വം ജോലിക്ക് പോകാനായിട്ട് റെഡിയാവാണ്. അപ്പോൾ ശ്രീജയും വിശ്വം കൂടെ ഇങ്ങനെ ദൈവത്തിന് മുന്നിൽ പ്രാർത്ഥിച്ചു നിൽക്കുകയാണ് കേട്ടോ. ശേഷം പ്രാർത്ഥന കഴിഞ്ഞതും നമ്മുടെ കമലാമ്മ വരുന്നുണ്ട്. കമലാമ്മ വന്നിട്ട് വാ ജോലിക്ക് പോകാൻ സമയമായി, ഇന്ന് ഭക്ഷണമൊക്കെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം പുറത്ത് പോകാൻ നിൽക്കുമ്പോഴേക്കും നമ്മുടെ നന്ദിനി വന്നിട്ട് പറയാണ്, എന്താണ് ഈ ഫുഡും കൊണ്ട് ഇനി പോലെ അത് പാർക്കിലും പോയിട്ട് നേരം കളയുമെന്ന് ചോദിക്കുന്നത് കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ എന്തിനാ ഇങ്ങനെ കളിയാക്കുന്ന എന്തിനെന്ന് പറഞ്ഞിട്ട് കമല നന്ദിനോട് ചോദിക്കുന്നുണ്ട്. അല്ല അമ്മ, ഞങ്ങൾ രണ്ടാളും കൂടെ റെഡിയാക്കി ജോലിയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്ക് വേണമല്ലോ എന്ന് പറയുന്നുണ്ട് നന്ദിനി കേട്ടോ. നിങ്ങളോ? അപ്പോൾ ഞാനും വിനായകേട്ടനും പറയുമ്പോൾ വിനായകൻ ഇവിടുത്തെ മോനാണ്, അവൻ ഇവിടെ ജനിച്ചു വളർന്നതാണ്, അവൻ ഇപ്പോൾ നീ കെട്ടിയത് കൊണ്ട് നിൻ്റെ ഒക്കിലായിരിക്കാം, പക്ഷേ അവന് മൂക്കൊലിക്കുന്ന കാലം മൂലം അവനെ ഒക്കിൽ വെച്ച് നടന്ന വിശ്വമാണ്, അതുകൊണ്ട് ഏട്ടനും അനിയനും തമ്മിലുള്ള ബന്ധത്തിൽ നീ ഇടപെടാൻ പോകേണ്ട കാര്യമില്ല എന്ന് പറയാണ്. എന്താ അമ്മേ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പണ്ട് നന്ദിനി ചോദിക്കും. അപ്പോൾ കമല പറയണം, എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് നീ തന്നെയാണ്, നിനക്ക് നാക്ക് കുറച്ച് നീളുമ്പോൾ ഞാൻ എങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലേ ആ നാക്ക് കുറച്ച് ചുരുട്ടി വെക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മുടെ വിശ്വം പറയാണ്, കുഴപ്പമില്ല അമ്മീ, നന്ദിനി അങ്ങനെ ഉദ്ദേശിച്ച് ചോദിച്ചായിരിക്കില്ല, ഇല്ല ഞാൻ പാർക്കിലും ബീച്ചിലൊന്നും പോവില്ല, ജോലിക്ക് തന്നെ കൃത്യമായിട്ട് പോയിക്കോളാം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി, അയ്യോ വിശ്വട്ടെ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് പറയുന്നുണ്ട്.
ശേഷം അമ്മ എവിടെ അച്ഛൻ എവിടെ ചോദിച്ചിട്ട് കമലയോട് ചോദിക്കും വിഷ്ണു. അപ്പോൾ അച്ഛൻ പുറത്തെവിടെ പോയിരിക്കുകയാണ്, നീ ഏതായാലും ഇറങ്ങിക്കോ, സമയമായില്ലേ എന്ന് പറയാണ്. അങ്ങനെ അവർ ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും നമ്മുടെ സുധാകരനും എത്താണ്. സുധാകരനെ കണ്ടതും വിഷ്ണു ഞാനിങ്ങനെ ഇറങ്ങാൻ പോവാണ് അച്ഛാ, ജോലിക്ക് പോകാൻ സമയമായി എന്ന് പറയാണ്. എന്നാൽ ഒരുപാട് നേരത്തെയാണല്ലോ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡേ അല്ലേ, അതുകൊണ്ട് കുറച്ച് നേരത്തെ പോകാമെന്ന് കരുതിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുധാകരൻ കുറച്ച് കാശ് എടുത്തിട്ട് വിശ്വത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിശ്വം എന്തിനാച്ചാ അത് പറയുമ്പോൾ, നീ ഒരു പുറത്തേക്ക് പോകുകയല്ലേ, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലും ഒരു ചായ കുടിക്കാനോ എന്തെങ്കിലും കഴിക്കാനോ തോന്നിയാൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട കാര്യമില്ലല്ലോ, ഇത് കയ്യിൽ വെച്ചോ എന്ന് പറയുന്നുണ്ട്. അയ്യോ അച്ഛനല്ലേ, ഇവിടെ തന്നെ കുറേ ചിലവുകളൊക്കെ ഇല്ലയെന്ന് പറയാണ്. ഇതെന്താ ആദ്യമായിട്ട് നോക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ, ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഇതിനു വേണ്ടിയാണ് ഞാൻ പുറത്ത് പോയതും, കുഴപ്പമില്ല, നീ ഇത് കയ്യിൽ വെച്ചോ, എന്തെങ്കിലും ആവശ്യം വരുമെന്ന് പറഞ്ഞിട്ട് കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കയ്യിൽ കൊടുത്ത് വിശ്വത്തിൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. ശേഷം കണക്ക് പറയുന്ന സ്വഭാവമായതുകൊണ്ട് തന്നെ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്, മനസ്സിലൊന്നും വെക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ സുധാകരൻ. ശേഷം വിശ്വം ആ കാശ് വാങ്ങിച്ചിട്ട് ജോലിക്ക് പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയുടെ അമ്മ വന്നിട്ട് രാവിലെ ചായയായിട്ട് ശങ്കരനെ കാണാൻ പോവുകയാണ്. അപ്പോൾ ഹാളിൽ എല്ലാവരും കൂടെ സംസാരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മുത്തശ്ശിയും അതോടൊപ്പം തന്നെ ശ്രീകാന്തും വർഷയും എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ വർഷയുടെ കുഞ്ഞിനെ ദീപ്തി അപ്പുറത്തിരുന്ന് കൊഞ്ചിക്കുന്നു കാണിക്കുന്നുണ്ട്. ശേഷം മുത്തശ്ശി പറയണം, ദീപ്തി ഉള്ളത് കൊണ്ട് കുട്ടീനെ നോക്കാൻ ഒരാളും കൂടി ആയല്ലേ വർഷയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ അമ്മയെ തീർച്ചയായിട്ടും ശരിയാണെന്ന് പറയുന്നുണ്ട്. ശ്രീകാന്തിനോടായിട്ട് മുത്തശ്ശി TV ഓണാക്കാൻ പറയുന്നുണ്ട്. അമ്പലങ്ങളുടെ ഒരു വീഡിയോ TV ഇടുന്നുണ്ട്, അത് കാണാനാണെന്ന് പറയാണ്. അമ്മയ്ക്ക് എപ്പോഴും ഇത് തന്നെയാണോ, മുത്തശ്ശിക്ക് എപ്പോഴും അമ്പലം ക്ഷേത്രം ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയാണ് കേട്ടോ. ഇനി ഈ വയസ്സാക്കാലത്ത് പിന്നെ ഞാൻ എന്താ കാണുക, മാത്രമല്ല നിങ്ങളെല്ലാവരും ചെയ്യുന്ന പാപങ്ങൾക്ക് വീട്ടിൽ ഒരാളെങ്കിലും വേണ്ടി ദൈവത്തിനെ വിളിക്കാൻ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വേദയുടെ അമ്മ ചായയായിട്ട് ശങ്കരനായിട്ട് കാണാൻ പോയിരിക്കുകയാണ്. അവിടെ വെച്ചിട്ട് അവൾ നിലവിളിക്കുകയാണ്, ശ്രീകാന്തേ ദീപ്തി ഓടിപ്പാ കൊണ്ട് നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആകെ ടെൻഷനായിട്ട് മേലേക്ക് പോവുകയാണ്. ശങ്കരൻ എഴുന്നേൽക്കുന്നില്ല, ഉറക്കത്തിൽ തന്നെയാണ്. അച്ഛൻ എഴുന്നേൽക്കുന്നില്ലടാ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനോടായിട്ട് എന്താണ് വേദയുടെ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ നോക്കുകയാണ്. അമ്മ ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ശേഷം ഡോക്ടേഴ്സ് വന്നിട്ട് അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ ദീപ്തിയാണ് നമ്മുടെ വേദയ്ക്ക് ഫോൺ ചെയ്യുന്നത്. ഫോൺ ചെയ്തിട്ട് ചേച്ചി അച്ഛന് രാവിലെ അമ്മ കോഫിയായിട്ട് പോയ സമയത്ത് അച്ഛൻ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല, എല്ലാവരും ആകെ സങ്കടത്തിലാണ്, അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. മോളിന്ന് വിഷമിക്കേണ്ട ചേച്ചി, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം, കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ വർഷ. അപ്പോൾ ശരി മോളെ, ഞാൻ പോയിക്കോളെന്ന് ടെൻഷൻ അടിക്കേണ്ടെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫോൺ കട്ടായി പോവുകയാണ്. അപ്പോൾ അതിലെന്തോ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, ഇവൾ എന്താണ് ഫോൺ കട്ട് ചെയ്ത് എന്നാണ് നമ്മുടെ വേദ ചിന്തിക്കുന്നത്. പക്ഷേ ദീപ്തിയുടെ ഫോൺ താഴെ കട്ടായി പോയതാണ് കേട്ടോ. ഇവളിനി നാടകമായിരിക്കുമോ, ശ്രീകാന്തേട്ടൻ പറഞ്ഞിട്ട് നാടകമായിരിക്കുമോ, ദീപ്തിയും ചിലപ്പോൾ കൂട്ടു നിൽക്കായിരിക്കും എന്ന് പറഞ്ഞിട്ട് വേദ അത് വിശ്വസിക്കാതെ പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും കമലാമ്മ വന്നിട്ട് അച്ഛൻ ചക്ക കൊണ്ട് വന്നിട്ടുണ്ട് തോട്ടത്തിൽ നിന്ന്, നമുക്കത് നേരാക്കി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ മോള് കൂടുന്നോ ചോദിക്കുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദ കമലയോട് ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ ഹോസ്പിറ്റലിലാണെങ്കിൽ ശങ്കരന് വളരെ അത്യാഹിത നിലയിൽ കിടക്കുകയാണ്. എല്ലാവരും പുറത്ത് വളരെ ടെൻഷൻ അടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ വേദന അമ്മ പറയുന്നുണ്ട്, ഇന്നലെ 3 മണി വരെ ഫയൽ നോക്കിക്കൊണ്ടിരുന്ന ആളായിരുന്നു, രാവിലെ നേരത്തെ എഴുന്നേൽപ്പിക്കാനും പറഞ്ഞതാണ്, ഞാൻ കുറച്ച് നേരം കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽപ്പിക്കാതിരുന്നാണ്, കുറച്ചും കൂടെ നേരത്തെ എഴുന്നേൽപ്പിച്ചതാണെങ്കിൽ നേരത്തെ ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നില്ലേ അമ്മയെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒന്നും ആവില്ല, നീ വെറുതെ ടെൻഷൻ അടിക്കല്ലേ, ദൈവം നമ്മളെ അങ്ങനെയൊന്നും പരീക്ഷിക്കില്ല, എല്ലാം റെഡിയാവുമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി നമ്മുടെ വേദനാമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശി പറയാണ്, ദൈവമേ നിനക്കൊരു ജീവനാണ് വേണ്ടതെങ്കിൽ അത് എൻ്റെ എടുത്തിട്ട് ശങ്കരൻ്റെ ജീവൻ ഇവിടെ നിർത്തിയിട്ട് പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ വർഷ പറയാണ്, നിങ്ങൾ എന്തിനാ അനാവശ്യമായ കൂട്ടങ്ങളെല്ലാം കൂടിക്കൊണ്ടിരിക്കുന്നത്, ഡോക്ടേഴ്സ് എന്തായാലും പരിശോധിക്കുന്നുണ്ടല്ലോ, എല്ലാം റെഡിയാകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഡോക്ടർ പുറത്തേക്ക് വരികയാണ്. ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് പറയാണ്, നിങ്ങൾ എന്താ ഇത്ര അസാൾട്ടായിരിക്കുന്നത്, ഒരു മൈൽഡ് അറ്റാക്ക് കഴിഞ്ഞ ആളില്ലേ, നിങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടേ, ആൾ ഓവർ സ്ട്രെസ്സാണ്, ഇപ്പോഴാണ് ബിപിയുടെ ലെവലൊന്ന് കുറഞ്ഞു വന്നിരിക്കുന്നത്, ആൾക്ക് ശാരീരികമായ പ്രശ്നത്തിനേക്കാളും മാനസികമായ പ്രശ്നമാണ് കൂടുതലായിരിക്കുന്നത്, അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറയാണ് കേട്ടോ. ഇപ്പോൾ കുഴപ്പമില്ല, കുറച്ചും കൂടെ നേരത്തെ എത്തിയത് കൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു ഭാഗം തന്നെ പാരലൈസായി പോയിട്ടുണ്ടാകുമെന്നും ഡോക്ടർ പറയുന്നുണ്ട്. അത് കേട്ട് എല്ലാവരും നെട്ടുന്നുണ്ട് കേട്ടോ. ശേഷം മുത്തശ്ശി പറയണം, ഞങ്ങളൊന്ന് ഉള്ളിൽ കയറി കണ്ടോട്ടെ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയണം, ഒരു ഇഞ്ചക്ഷൻ പോകുന്നുണ്ട്, അത് കഴിഞ്ഞ ശേഷം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ റൂമിലേക്ക് മാറ്റാം, അപ്പോൾ പോയി കണ്ടോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ
അവരെല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു ടൈമിലാണെങ്കിൽ നമ്മുടെ വേദ ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും അച്ഛനും വയ്യാന്ന് പറഞ്ഞാൽ സത്യമായിരിക്കുമോ, ദീപ് നുണ പറഞ്ഞതായിരിക്കുമോ എന്ന് മനസ്സിലാവാതെ നമ്മുടെ വേദ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതോടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം കൂടുതൽ എപ്പിസോഡിനായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.